സിനിമയിൽ അസാധാരണമായി ഇതിഹാസങ്ങളുടെ ഒരുമിച്ചുള്ള വരവിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണിപ്പോൾ. ഗ്രീക്ക് ഇതിഹാസം ഒഡീസി ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തി. ഭാരതത്തിന്റെ ഇതിഹാസം രാമായണം നവംബറിൽ റിലീസ് ചെയ്യാനിരിക്കുന്നു. അതിനു മുന്നോടിയായി ഇന്നലെ ട്രെയിലർ റിലീസ് ചെയ്തു. അതല്ല വാർത്ത. പ്രൈം 7 പറയാൻ പോകുന്നത് ഈ സിനിമയുടെ വിശേഷങ്ങളെ അല്ല, മറിച്ച് രണ്ട് സിനിമയും അതിലെ താരങ്ങളും ഒരുപോലെ നേരിടേണ്ടി വരുന്ന സോഷ്യൽ മീഡിയ വിമർശനത്തെക്കുറിച്ചാണ്. രണ്ട് വിമർശനങ്ങളും ഉടലെടുക്കുന്നത് ഒരേ തരം മനസ്സിൽ നിന്ന്. ഒഡീസിയിൽ സ്പാർട്ടയിലെ രാജകുമാരിയുടെ വേഷം ആഫ്രിക്കൻ വംശജയായ നടി ലുപിത നോങ് അഭിനയിച്ചതിലായിരുന്നു നേരത്തെ തൊട്ട് വിമർശനങ്ങൾ ഉണ്ടായത്. ഗ്രീക്ക് രാജകുമാരിയെ വംശീയമായി മറ്റൊരു തലത്തിൽ നിൽക്കുന്ന നടി അവതരിപ്പിച്ചതിനെ പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ചരിത്രത്തോട് കാണിക്കുന്ന അനീതി എന്ന നിലയ്ക്ക് പോലും അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. എന്നാൽ ഈ വാദത്തെ എതിർത്തും ഒരുപാട് പേർ രംഗത്ത് വന്നു. സംവിധായകന്റെ സ്വാതന്ത്ര്യമെന്നും ഇൻക്ലൂസീവ്നെസ് എന്ന മഹത്തായ ആശയത്തിന്റെ പ്രകടനമെന്നും ഒക്കെ അത് വിശേഷിപ്പിക്കപ്പെട്ടു. സമാനമായ സാഹചര്യമാണിപ്പോൾ രാമായണം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടും അതിൽ സീതയായി വേഷമിടുന്ന നമുക്കൊക്കെ പ്രിയങ്കരിയായ നടി സായ് പല്ലവിയെ കുറിച്ചുമൊക്കെ ഉണ്ടാകുന്നത്. സീതയായി സായ് പല്ലവിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ് കുറെ ആളുകളുടെ അഭിപ്രായം. ചിത്രത്തിലെ ഏക മിസ്കാസ്റ്റ് ആണ് സായ് പല്ലവി എന്നുവരെ നിശിതമായ വിമർശനങ്ങൾ ഉയരുന്നു. മാത്രമല്ല 2022 സൈന്യവുമായി ബന്ധപ്പെട്ട് സായ് പല്ലവി നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലും സിനിമ ബഹിഷ്കരിക്കുമെന്നതടക്കമുള്ള ആഹ്വാനങ്ങൾ ഉയരുന്നുണ്ട്. രാമനായി വേഷമിടുന്ന രൺബീർ കപൂറിനെതിരെയും ഉണ്ട് സമാനമായ വിമർശനങ്ങൾ. രണ്ട് വിമർശനങ്ങളിലും പ്രധാനമായും പ്രശ്നമാകുന്നത് നമ്മുടെ കാഴ്ചാശീലങ്ങളാണ്. മനസ്സിൽ പതിഞ്ഞ ധാരണകൾക്ക് വിരുദ്ധമായി നമ്മൾ രാമായണമൊക്കെ കണ്ട് കുറെ ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതല്ലാതെ നമുക്ക് രാമനെയും സീതയെയും ഒന്നും നേരിട്ടറിയില്ല. അപ്പോൾ അതിന് വിരുദ്ധമായി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനുള്ള വിമുഖതയാണ് ഇത്തരം വിമർശനങ്ങളുടെ പ്രധാന കാരണം. ഒപ്പം മാറ്റത്തെ ഉൾക്കൊള്ളില്ല എന്ന പിടിവാശി. സിനിമയോ നാടകമോ അല്ലെങ്കിൽ ഏത് കലയോ ആകട്ടെ, ഓരോ ആർട്ടിസ്റ്റും അവരുടെ ശബ്ദവും രൂപവും എല്ലാം ആ കലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ആ സമർപ്പണം പൂർണ്ണമാവുമ്പോൾ ആ കലയും വിജയിക്കും, ആ ആർട്ടിസ്റ്റും വിജയിക്കും, ഉയർന്ന വിമർശനങ്ങളെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യും.